കേരളത്തിൽ കേവലം 2 മണിക്കൂർ ശക്തമായ മഴ ലഭിച്ചാൽ മതി, നഗരം തന്നെ വെള്ളത്തിനടിയിലാകും. ഇതിന് കാരണം മഴ മാത്രമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വിദഗ്ധർ പറയുന്നതനുസരിച്ചിട്ട് നദികളുടെ ആഴം കുറഞ്ഞതും മണൽ അടിഞ്ഞുകൂടിയതും കയ്യേറ്റങ്ങളും ഒക്കെ തന്നെ സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്കിനെ വലിയ തോതിൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. പ്രളയത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയിരിക്കുന്നതും ഇതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അതിന് പരിഹാര മാർഗങ്ങൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അത് നടപ്പിലാക്കുന്നില്ല? വിശദമായി തന്നെ അതിനെക്കുറിച്ച് പരിശോധിക്കാം. സംസ്ഥാനത്ത് ഇത്തവണ ലഭിക്കുന്ന അതിശക്തമായ മഴയ്ക്കൊപ്പം പത്തനംതിട്ട, കോട്ടയം, എറണാകുളം തുടങ്ങി നിരവധി ജില്ലകളിൽ മിന്നൽ പ്രളയവും നദികൾ കരകവിഞ്ഞൊഴുകുന്നതുമായിട്ടുള്ള പതിവ് കാഴ്ച ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. റാന്നി, പാല, ഈരാറ്റുപേട്ട തുടങ്ങിയ പ്രദേശങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വെള്ളത്തിനടിയിലായി. കേരളത്തിൽ വീണ്ടും അത് ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ പ്രളയത്തിന് പിന്നിൽ കാരണം മഴയല്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ജലവിഭവ ദുരന്ത നിവാരണ രംഗത്തെ വിദഗ്ധർ പറയുന്നതനുസരിച്ച് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വർഷങ്ങളായി നദികളിൽ അടിഞ്ഞുകൂടുന്ന മണലും എക്കലും നീക്കം ചെയ്യാത്തതോടെ നദികളുടെ സംഭരണശേഷി ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി നേരത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്ന മഴവെള്ളം ഇപ്പോൾ വളരെ വേഗത്തിൽ കരകവിഞ്ഞ് ജനവാസ മേഖലകളിലേക്ക് ഒഴുകിയെത്തുന്നു. ഇതിനൊപ്പം തോടുകൾ, ചതുപ്പ് നിലങ്ങൾ, പ്രകൃതിദത്തമായിട്ടുള്ള നീർച്ചാലുകൾ എന്നിവയൊക്കെ തന്നെ വ്യാപകമായി നികത്തിയത്, അനധികൃത കയ്യേറ്റങ്ങൾ സംഭവിച്ചത് ഈ സ്ഥിതി കൂടുതൽ വഷളാക്കിയിരിക്കുന്നു. നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി മഴവെള്ളത്തിന് സ്വാഭാവികമായി ഒഴുകിപ്പോകാനുള്ള വഴികൾ പലതും ഇല്ലാതായിരിക്കുന്നു. ഇതേ പ്രശ്നം പരിഹരിക്കാനായിരുന്നു 2025 സാൻഡ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 8 ജില്ലകളിലെ 17 നദികളിൽ നിയന്ത്രണമായ രീതിയിൽ മണൽ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാർ അന്ന് അനുമതി നൽകിയത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു അന്ന് ആ പദ്ധതി ആവിഷ്കരിച്ചതും. എന്നാൽ പമ്പ നദിയിലെ ടെൻഡർ നടപടികൾ നിയമപരമായ ചില തർക്കങ്ങളിൽ കുടുങ്ങിയതോടെ ഈ പദ്ധതി പിന്നീട് മുന്നോട്ട് നീങ്ങിയില്ല. തുടർന്ന് മറ്റ് നദികളിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള നീക്കം നിലച്ചു. എന്തുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് ചോദിച്ചാൽ പ്രത്യേകമായി ഇത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം മണൽ നീക്കം ചെയ്യുന്നത് മാത്രമല്ല പ്രളയത്തിന് ഏക പരിഹാരമെന്ന് ശാസ്ത്രലോകം പറയുന്നില്ല. ശാസ്ത്രീയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി സന്തുലിതാവസ്ഥ സംരക്ഷിച്ചുകൊണ്ട് ആവശ്യമായിടത്ത് മാത്രം നിയന്ത്രിതമായ രീതിയിൽ ഡീസിൽട്ടിങ്ങും മണൽ നീക്കവും ഒക്കെ തന്നെ നടത്തണമെന്നാണ് വിദഗ്ധരുടെ പൊതുവായിട്ടുള്ള നിർദ്ദേശം. അതോടൊപ്പം തന്നെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ, തോടുകളുടെ പുനരുദ്ധാരണം, വെള്ളപ്പൊക്ക സമതലങ്ങൾ സംരക്ഷിക്കൽ, മഴവെള്ള ഒഴുക്ക് പുനഃസ്ഥാപിക്കൽ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രളയ സാഹചര്യത്തിൽ നദികളുടെ ആഴം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ ആരംഭിക്കണമെന്ന ആവശ്യം വിവിധ ജനപ്രതിനിധികളും തദ്ദേശ സ്ഥാപനങ്ങളും ഇപ്പോൾ ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം അനുസരിച്ച് കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക. ഈ സാഹചര്യത്തിൽ അടിയന്തര ദുരന്ത നിവാരണ നടപടികൾക്കൊപ്പം തന്നെ നദികളുടെ പുനരുജ്ജീവനം, നീരൊഴുക്ക് തടസ്സങ്ങൾ നീക്കം ചെയ്യൽ, ശാസ്ത്രീയമായ നദീ മാനേജ്മെൻറ്റ് എന്നിവയിലൊക്കെ ദീർഘകാല പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ എല്ലാ മൺസൂൺ കാലത്തും മഴക്കാലത്തും കേരളം സമാനമായ വെള്ളപ്പൊക്ക ഭീഷണി നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.